എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സോളാർ ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി നാളുകളായി സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആളുകൾക്ക് സോളാർ ഇൻവെർട്ടർ എന്താണെന്നുള്ള ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. സാധാരണ അവർ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നോർമൽ ഇൻവെർട്ടർ സോളാറുമായി കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനാണ് അവരൊക്കെ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. കൂടുതലും ഇത് ആയിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരാണ് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളും കുറേ വ്ളോഗർമാർ ഒക്കെയാണ് സോളാർ ഇൻവെർട്ടർ എന്ന് സാധാരണ ഇൻവെർട്ടറെ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത്. ശരിക്കും അത് സോളാർ ഇൻവെർട്ടർ അല്ല, സാധാരണ നോർമൽ ഇൻവെർട്ടർ DC AC ആക്കുന്നു. പക്ഷേ ബാറ്ററി പ്രവർത്തിക്കുന്ന ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് അത് നമ്മൾ നോർമൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത് കൊണ്ട് യാതൊരുവിധ അർത്ഥവും അതിനില്ല. സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ഇൻവെർട്ടർ പ്രവർത്തിക്കുന്ന സിസ്റ്റം. അതായത് ഇൻവെർട്ടർ എന്ന് ഉദ്ദേശിച്ചത് ഒന്നിനെ മറ്റൊന്നാക്കുക, അതായത് DC AC ആക്കുക. ആ ഒരു ഇതാണ് ശരിക്കും അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ജനറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജനറേറ്ററുകൾ ഒത്തിരി ഉണ്ട്. ഇലക്ട്രോണിക് ജനറേറ്റർ നമ്മൾ ഒത്തിരി നാളുകളായി ഇപ്പോൾ എല്ലാവർക്കും പരിചയമാണ്. അതിനു മുമ്പുണ്ടായത് പെട്രോൾ ജനറേറ്റർ, മണ്ണെണ്ണ ജനറേറ്റർ, അതേപോലെ ഡീസൽ ജനറേറ്റർ. അപ്പോൾ അതെല്ലാത്തിനെയും മറികടന്നാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടർ വന്നത്. ആദ്യ കാലഘട്ടത്തിൽ അത് സ്ക്വയർ വേവ് ഇൻവെർട്ടർ ആയിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പ്യുവർ സൈൻ വേവ് എന്ന ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു മോഡിലോട്ട് വന്നത്. അപ്പോൾ അത് പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ UPS ആയിരുന്നു. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ, ഇതെല്ലാം ഇത്തരം അപ്ലയൻസുകളൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇൻവെർട്ടർ ആയിരുന്നു. അപ്പോൾ അത് ഹെവി ബാറ്ററിയിലാണ് ആ ഇൻവെർട്ടർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൻവെർട്ടർ ആണ് യഥാർത്ഥ സോളാർ ഇൻവെർട്ടർ. അതായത് സോളാറിൽ നിന്ന് ഡയറക്റ്റ് ഇൻവെർട്ടറിലോട്ട് വന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ബാറ്ററിയുടെ ഒരാവശ്യവുമില്ല. അതേപോലെ ഇതിൽ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറും ഇല്ല. അപ്പോൾ അതാണ് ഈ ഇൻവെർട്ടറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ ലുക്ക് തരുന്ന ഒരു ക്യാബിനറ്റ് ആണ്. സാധാരണ നമ്മൾ ഈ ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പല പല ക്യാബിനറ്റുകൾ വരുന്നു. അപ്പോൾ ആ ക്യാബിനറ്റിന്റെ ഫ്രണ്ട് സൈഡാണ് അതിന്റെ ഒരു ലുക്ക് വരുത്തുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ക്യാബിനറ്റിലാണ് നമ്മളിപ്പോൾ ഈ സോളാർ ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ലൊരു ഭംഗിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാബിനറ്റ് ഒന്ന് പരിചയപ്പെടാം. സാധാരണ ഇതൊരു ഹെവി ഡ്യൂട്ടി ക്യാബിനറ്റ് ആണ്. ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഇൻവെർട്ടറുകളെല്ലാം ഹെവി ആയിട്ടുള്ള ക്യാബിനറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തൊട്ട് ചെറിയൊരു ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിൽ ചെറിയ ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് സോളാർ ഇൻവെർട്ടറിന് ഇത്ര ഹെവി ആയിട്ടുള്ള ഏറ്റവും വലിയ ക്യാബിനറ്റ് തന്നെ വേണം. അതായത് ഈ ബെഡ് ടൈപ്പ് ക്യാബിനറ്റ് ആണ്. അതിൽ ഏറ്റവും വലുതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ ക്യാബിനറ്റിന്റെ ബോഡി ബ്ലാക്ക് കളർ ആണെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ വരുന്ന അല്ലെങ്കിൽ സ്വിച്ച് സെക്ഷനൊക്കെ വരുന്ന ഭാഗം ഒരു മനോഹരമായ റെഡ് ആണ്. എന്നാൽ ആക്ച്വൽ റെഡ് അല്ല, ആ റെഡിൽ നിന്നും കുറച്ചുകൂടി ഒരു മജന്ത ചേർന്ന പോലത്തെ ഒരു കളറാണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോഴാണ് അതിന്റെ ഒരു അപ്പിയറൻസ്. ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡിസ്പ്ലേ പാനലിൽ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ LCD ഡിസ്പ്ലേയും LED ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു കൂളിംഗ് ഗ്ലാസ് പോലെയുള്ള ഒരു അക്രിലിക് മെറ്റീരിയലാണ്. ഇതിന്റെ പുറകുവശത്ത് നമ്മൾ വെച്ചിരിക്കുന്ന LCD ഡയറക്റ്റ് വെളിച്ചം തരാതെ മങ്ങിയൊരു കളറാണ് നമുക്ക് ഇവിടെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു വലിയൊരു വെളിച്ചം ഈ ഇൻവെർട്ടർ വെക്കുമ്പോൾ ഉണ്ടാകില്ല. നമുക്ക് അത് ജസ്റ്റ് വാച്ച് ചെയ്യാം. അതേപോലെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം അതിൽ വായിച്ചറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഓരോരുത്തർക്ക് അവരുടേതായ ലേബൽ ചെയ്യാവുന്നതിന് വേണ്ടി ഈ ഒരു ഗ്ലാസ് പാനൽ വന്നിരിക്കുന്നത് വെറുതെ പ്ലെയിൻ ആയിട്ടാണ്. അതായത് ഒരു ലെറ്ററും ഇല്ലാണ്ട്. അപ്പോൾ അവിടെ അതിലാകെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ ഇതിന്റെ സ്വിച്ചിലാണ് വരുന്നത്. ഓൺ ഓഫ് എന്നുള്ള ഒരു ലെറ്റർ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് അവരവരുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഈ ക്യാബിനറ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതൊരു കോമൺ ക്യാബിനറ്റ് ആയിട്ട് കൂട്ടാം. ഇവിടെ ഡിസ്പ്ലേ സെക്ഷനിൽ നമ്മളിവിടെ LCD ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതേപോലെ LED ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട്. സോളാർ ഇൻവെർട്ടറിന് പ്രധാനമായിട്ടും LCD ഡിസ്പ്ലേയും LED ഡിസ്പ്ലേയും അത്യാവശ്യമാണ്. അപ്പോൾ LCD ഡിസ്പ്ലേയിലെല്ലാം വരുന്നുണ്ടെങ്കിലും ഇത്തിരി ലോങ്ങിൽ നിന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ LED ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. LEDയിൽ സോളാർ ഇൻപുട്ട് കാണിക്കുന്നുണ്ട്, അതേപോലെ ഗ്രിഡ് ഇൻപുട്ട് കാണിക്കുന്നുണ്ട്, ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നതിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഈ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ബ്രാൻഡ് നെയിമായ സോളാർ പവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോളാർ ഇൻവെർട്ടർ ഇതിന്റെ ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഔട്ട്പുട്ട് കിലോ വാട്ടും വോൾട്ടേജുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 കിലോ വാട്ട് 230 വോൾട്ട് AC ആണ്. പിന്നെ ഇതിന്റെ ടെക്നോളജിയെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നത് പ്യുവർ സൈൻ വേവ് DSP ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരിയധികം ഡാറ്റ ഉൾക്കൊള്ളാൻ കഴിയുന്ന 30F2010 എന്ന് പറയുന്ന മൈക്രോ ചിപ്പിന്റെ പിക് IC ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലാണ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഗ്രിഡ് ലൈൻ ഷെയറിംഗ് ടെക്നോളജി.
നമ്മളുടെ KECBയുടെ ലൈൻ ഇതിൽ കൂടി നമുക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സോളാറിന്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗ്രിഡ് ലൈൻ കൊടുക്കാം. സാധാരണ നമ്മൾ രാവിലത്തെ ടൈമും വൈകുന്നേരത്തെ സമയം, അതായത് രാവിലെ സോളാർ കയറി വരുന്നതേ ഉള്ളൂ, വൈകുന്നേരം സോളാർ ഇറങ്ങി പോകുന്നതാണ്. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സോളാറിന്റെ ഔട്ട്പുട്ട് കുറവാകുമ്പോൾ നമ്മൾ ഗ്രിഡ് ലൈനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൃത്യം തരുന്നു. പിന്നെ ഒരു കാര്യം, നമ്മളിത് അടുത്തതായിട്ട് സോളാർ കയറി അതിന്റെ മാക്സിമം പരിധിയിലെത്തുമ്പോൾ ഏകദേശം 9-9:30 ആകുമ്പോഴത്തേക്കും അതിന്റെ ഔട്ട്പുട്ട് ഫുൾ ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഗ്രിഡ് ലൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു വന്ന് ഓഫ് ആയി പോകും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈകുന്നേരവും സംഭവിക്കുന്നത്. സോളാർ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4 മണിക്ക് ശേഷം സോളാർ ഔട്ട് ആകാൻ തുടങ്ങും. 5-6 മണിയാകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നിൽക്കും. ആ സമയത്ത് ഗ്രിഡ് അപ്പോഴും ഷെയർ ചെയ്ത് സോളാർ കുറഞ്ഞ് പൂർണ്ണമായിട്ടും ഗ്രിഡിലോട്ട് എത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത, മെർജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോളാറും KECB കൂടി തമ്മിലാണ് മെർജിങ്. റിലേ സ്വിച്ച് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല. സാധാരണ നമ്മൾ നോർമൽ ഇൻവെർട്ടറിൽ റിലേ സ്വിച്ച് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചില ഉപകരണങ്ങൾ ഓഫായിട്ട് ഓൺ ആകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു പ്രക്രിയ ഇതിലില്ല. എന്നിരുന്നാലും നമ്മൾ ഇതിൽ ചേഞ്ച് ആകുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് റിലേ സ്വിച്ച് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും KECBയിലോട്ട് മാറാനും അതേപോലെ സോളാർ വരുമ്പോൾ പൂർണ്ണമായിട്ടും സോളാറിലോട്ട് മാറുവാനും അതേപോലെ ഷെയറിങ്ങിനുമായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ അടുത്ത പ്രധാന ഭാഗമായ ബാറ്ററി ആൻഡ് ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടർ ആണ്. അതായത് ഈ ഒരു ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ബാറ്ററിയുടെയും ആവശ്യമില്ല, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെയും ആവശ്യമില്ല. അപ്പോൾ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഹെവി വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന IGBT ടെക്നോളജിയാണ്. അതായത് IGBT വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസ്ഫോമർ ആവശ്യമില്ല. അതേപോലെ സോളാർ ഡയറക്റ്റ് കൊടുത്ത് IGBTയിൽ റൺ ചെയ്യുന്നതിന് വേണ്ടി ഹൈ വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന IGBTയിലൂടെയാണ് ഇതിന്റെ ഔട്ട്പുട്ടും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് IGBT എന്ന് പറഞ്ഞാൽ 2 സെറ്റ് IGBTകളുണ്ട്. ഒരു IGBTനെ ഡിസ്ക്രീറ്റ് IGBT എന്ന് പറയും. സാധാരണ വലിയ ടൈപ്പ് മോസ്ഫെറ്റ് പോലെ ഇരിക്കുന്ന IGBT ആണ്. പക്ഷെ അതിന്റെ വോൾട്ടേജ് മോസ്ഫെറ്റിന്റെ ഇരട്ടിയിലാണ്. സാധാരണ നമ്മൾ 10 ബാറ്ററിയൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് IGBTയിലാണ്. കാരണം അത് 120 വോൾട്ടാണ് DC വരുന്നത്. അപ്പോൾ IGBT വെക്കുമ്പോൾ അതിന്റെ ഇരട്ടിയിലും കൂടുതൽ വെക്കുന്നത് കൊണ്ടാണ് ആ IGBT ഹെവി ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പെടുത്തിയിരിക്കുന്ന IGBT സാധാരണ വലിയ മോസ്ഫെറ്റ് ടൈപ്പ് ആണ്. അതിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 650 വോൾട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെറിയ ഇൻവെർട്ടറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ 12 വോൾട്ടിനാണെങ്കിൽ അതിലിടുന്ന മോസ്ഫെറ്റ് അതിന് നേരെ ഡബിൾ ആക്കിയാണ് ഇടുന്നത്. അപ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ അത് ബാറ്ററി ചാർജ് ആയി വരുമ്പോഴൊക്കെ ഏകദേശം 15 വോൾട്ട് കണക്കാക്കി അതിന്റെ ഇരട്ടി 30 വോൾട്ടിന്റെ മോസ്ഫെറ്റ് ആണ് അതിലിടുന്നത്. 24 ആണെങ്കിൽ 60 വോൾട്ടായി. അതേപോലെ മോസ്ഫെറ്റ് സാധാരണ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുമ്പോൾ നേരെ ഡബിൾ വോൾട്ടേജിലാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ അതിന്റെ അങ്ങനത്തെ ഒരു പ്രക്രിയയില്ല. നമ്മൾ സാധാരണ IGBTകളൊക്കെ വരുന്നത് ഹൈ വോൾട്ടേജ് ആണ്. 650 വോൾട്ടേജ് ഒക്കെയാണ് മിനിമം വരുന്നത്. പിന്നെ അതിന്റെ മുകളിലോട്ടുള്ള വോൾട്ടേജുകളാണ്. പിന്നെ അതിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1200 വോൾട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ആ ഒരു IGBT ഒരു ബോക്സ് പോലെ ഇരിക്കുന്നതാണ് അതിനെ IGBT മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ അടുത്തത്, ഒത്തിരി പേരുടെ സംശയങ്ങളും കുറെ കാര്യങ്ങളും പലരും കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ ഇതിൽ പ്രിന്റ് ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാറ്ററി ആൻഡ് ട്രാൻസ്ഫോമർ അഡാപ്റ്റബിൾ. ഈ ഒരു ഇൻവെർട്ടർ നമുക്ക് ഗ്രിഡിന്റെ കണക്ഷൻ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ബാറ്ററിയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ആഡ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഈ ഗ്രിഡിന്റെ പൊസിഷനിൽ ഇവിടെ ബാറ്ററി എന്ന് കൊടുക്കും, അതായത് ബാറ്ററി. അപ്പോൾ നമുക്ക് ഇവിടെ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ 2 ഇൻപുട്ടാണ് ഇതിൽ ഉണ്ടെങ്കിലും ഒരെണ്ണം സോളാർ, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഗ്രിഡ്, അതിന് പകരം ബാറ്ററി ആവും. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ സപ്പോർട്ടോടുകൂടി രാവിലത്തെ ടൈം ആണെങ്കിൽ സോളാർ വരുന്നതനുസരിച്ച് പോരായ്മയുള്ള വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് സോളാർ വഴി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സോളാർ കുറഞ്ഞു വരുമ്പോൾ ബാറ്ററി കയറി വന്നിട്ട് ഫുള്ള് ബാറ്ററിയിലായി മാറും. അത് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ ഒരു പ്രക്രിയ ഇങ്ങനെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രക്രിയക്ക് നമുക്ക് 24 അവേഴ്സും സാധാരണ ഒരു ഇൻവെർട്ടറാണ്. അതായത് കറണ്ട് കാശ് ഒരു തരത്തിലും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ഇൻവെർട്ടറാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഓൺ ഗ്രിഡ് ഒക്കെ വെക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഓൺ ഗ്രിഡിനൊക്കെ ഒത്തിരി ഇഷ്യൂസും ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഇവിടെ അനുഭവപ്പെട്ടിട്ട് ഒത്തിരി ആളുകൾക്ക് അതിന്റെ ഒരു മോശം അവസ്ഥയൊക്കെ വന്നുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ജനങ്ങളിലോട്ട് പകർന്നു നൽകുന്നത്. കൂടാതെ തന്നെ ഈ ഭാഗത്ത് ഇതിന്റെ സ്വിച്ച് വരുന്നുണ്ട്, ഇതിന്റെ മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. അതായത് ഈ സിസ്റ്റം ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇതിന്റെ താഴെ ഒരു ഡിസ്പ്ലേ ചേഞ്ച് VMPP VOC എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് വിടുമ്പോൾ ഈ VMPPയും VOCയും നമുക്ക് ഇതിൽ ഷോ ചെയ്യും. VMPPയും VOC എന്ന് പറഞ്ഞാൽ നമ്മൾ
നമ്മുടെ സോളാർ പാനലിൽ എഴുതിയിരിക്കുന്ന ആക്ച്വൽ വോൾട്ടേജ്, ലോഡ് ആകുന്ന വോൾട്ടേജ്, ഇത് രണ്ടുമാണ് VOCയും VMPP. അപ്പോൾ ഇവിടെയുള്ള 2 ലൈൻ LCD ആണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന. ആ LCDയുടെ ആദ്യ ഭാഗത്ത് വരുന്ന ഡിസ്പ്ലേ സെക്ഷൻ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത സെക്ഷനിലോട്ട് മാറും. ആദ്യത്തേത് VMPPയും ഗ്രാഫുമാണ്, അതേപോലെ വോൾട്ടേജും. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്, അതായത് നമ്മൾ ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ VOC കാണാം, ആംബിയർ കാണാം, ഹെഡ്സ് കാണാം, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു സ്വിച്ച് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്യാബിനറ്റ് ആണ്. പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും ഈ ക്യാബിനറ്റ് ലഭിക്കുമെന്നാണ് എൻ്റെ ധാരണ. പറ്റാത്ത സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഇൻവെർട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബാക്ക് സൈഡും ടോപ്പും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു സിസ്റ്റം കാണിച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ബാക്ക് സൈഡിൽ വരുന്നത് ഈ ഭാഗത്ത് ഒരു ഫീസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ഫീസാണ്. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാവുന്ന ഒരു സോക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് 15 ആംപിയറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലോഡ്, ന്യൂട്രൽ, ലൈൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 ഇൻപുട്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇൻപുട്ട് സോളാർ, ഒരു ഇൻപുട്ട് ഗ്രിഡ്. സോളാർ PV നെഗറ്റീവ്, PV പോസിറ്റീവ്, ഗ്രിഡ്, ന്യൂട്രൽ, ലൈൻ. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ ബോൾട്ടിൽ തന്നെ ഇതിനൊരു എർത്ത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. കാരണം ഹൈ വോൾട്ടേജ് ഇതിൽ കൂടി പോകുമ്പോൾ നമ്മൾ ഈ യൂണിറ്റൊക്കെ നിർബന്ധമായിട്ടും എർത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ സെറ്റപ്പിൽ എൻട്രി ചെയ്യാനുള്ള ഒരു സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. സാധാരണ ഒരു നോർമൽ ഇൻവെർട്ടർ ഇരിക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി ആളുകളിലോട്ട് ഇതിൻ്റെ ഗുണങ്ങൾ ചെന്നതുകൊണ്ട് ഒത്തിരി ഇൻവെർട്ടറുകൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇതിൻ്റെ ബോർഡുകൾ വാങ്ങി അവർ തന്നെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം നമ്മളിൽ നിന്ന് ഇതിൻ്റെ ബോർഡ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അസംബിൾ ചെയ്ത ബോർഡ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ക്യാബിനറ്റൊക്കെ വാങ്ങിച്ചു, അതിലൊക്കെ സെറ്റ് ചെയ്തു വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളത് കൊടുത്തിരിക്കുന്നത് മലപ്പുറത്തെ അനസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ്. അപ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്നും ഒത്തിരി സപ്പോർട്ട് നൽകി ഒത്തിരി പേർക്ക് അദ്ദേഹത്തിൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സൈറ്റിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തവരുടെ അഭിപ്രായം തേടിയിട്ട് ആ ഒരു അഭിപ്രായമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അനസിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. കാരണം ഞാൻ നിങ്ങളെ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണ്. നല്ല എന്താ പറയുക, നല്ല പെർഫോമൻസ് ആണ്, അടിപൊളിയാണ്. സാറ് പറഞ്ഞത് 8 പാനൽ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരിക. ഞാനത് ഏകദേശം 6 പാനൽ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ടും നല്ല അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അടിപൊളിയായിരിക്കും. യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുവരെ എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഷെയറിങ് കാര്യങ്ങളും അതും കിട്ടുന്നുണ്ട്. ഏകദേശം മറ്റേ നമ്മളെ കറണ്ടിൽ KCB അതും എടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ വെയിൽ കുറഞ്ഞാലും അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളാണ്. പിന്നെ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ എടുക്കുന്നുണ്ട്. അതിന് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ AC കാര്യങ്ങൾ അതും കൊടുക്കാം. പക്ഷേ പാനൽ കൂട്ടുന്നതായിരിക്കും നന്നായി തോന്നുന്നുണ്ട്. അല്ല കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പക്കായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇതുവരെ ഉള്ളത് വെച്ചിട്ട് ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയായിട്ട് ഓടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പുതിയ ക്യാബിനറ്റിനെ കുറിച്ചും ഈ ഇൻവെർട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.